വെൽക്കം ടു നമ്മുടെ സംഭവ ബഹുലമായ ഒരു ഗോവ ട്രിപ്പ്. നമ്മൾ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ. ആ ഒരു വേയിലായിരുന്നു നമ്മൾ ഗോവയിലെത്തിയപ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെ അവസ്ഥ. അർത്ഥങ്ങൾ വലിയ വലിയ തലങ്ങളിലേക്ക് പോകാനും ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ എത്ര ലൂസ് മോഷൻ പിടിച്ചാലും നമ്മൾ ഒരുങ്ങി കുട്ടപ്പനായിട്ടേ നടക്കാൻ പാടുള്ളൂ. നമ്മളങ്ങ് ഗോവയിലാണ് എത്തിയേക്കുന്നത്. 1, 2, 3, 4 ദിവസങ്ങൾ എണ്ണി ആശിച്ച് മോഹിച്ചെടുത്ത ഡ്രസ്സുകളെല്ലാമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതെല്ലാം ഇട്ട് തീർത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഇന്നലെ വരെ അങ്ങ് മൊത്തത്തിലങ്ങ് കത്തി ചൊലിച്ചും കാണിട്ട് കാലിൻ്റെ അടി തൊട്ട് തലയുടെ ഉച്ച വരെ ഫയറായിട്ട് നിന്നായിരുന്ന ഞാനാണ്. ഇപ്പം എല്ലാം അങ്ങ് കെട്ടടഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഓഫ് നമ്മുടെ വയറിളക്കം. എന്നോട് അവരെങ്ങനെ ഫുഡ് ഉണ്ടെന്ന് ചോദിച്ചു. അച്ചാഹേന ചോദിച്ചു ഫുഡ്. അപ്പം ഞാൻ പറഞ്ഞു ബഹുത്ത് അച്ചാഹേനാണ്. അപ്പോൾ ബഹുത്ത് അച്ചായാണ്. അത് വല്ലാത്തൊരു ബഹുത്തച്ചഹനായി പോയി എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കുറച്ചധികം സമയം വേണ്ട വന്നായിരുന്നു. ഗോവ വിട്ട് കേരളത്തിലെത്തിയാലും പൂരി ബജി കാണുമ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ട്രോമയുണ്ട്. ഇപ്പോൾ ഈ ചെരുപ്പിനോടും ഡ്രസ്സിനോടൊക്കെ എനിക്കിപ്പോൾ വല്ലാത്തൊരു മുഹബത്തായിട്ടുണ്ട്. അതാണ് ഈ 1, 2, 3, 4 വട്ടം ഈ സാധനം ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും എൻ്റെ ഫാൻസ് ആണെന്നാണ് ഞാൻ നാഴിക്ക് 40 തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കിലിക്കത്തിൽ രേവതി അങ്ങ് ഊട്ടി വന്നിറങ്ങിയ പോലെ ഞാൻ ഗോവയിൽ ഇറങ്ങാനായിട്ട് തയ്യാറായിട്ടുണ്ട്. വരാനായിട്ടൊരു പൂച്ചക്കുഞ്ഞിനെ പോലും ഞാൻ ബാക്കിൽ സെറ്റാക്കി വെച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ കാണിക്കുന്ന ഷോയ്ക്ക് മൊത്തം. ഇനിയിപ്പോൾ ഞാനിട്ടൊക്കെ ഡ്രസ്സ് 4 ആൾ കാണുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു സന്തോഷം. അപ്പോൾ ഓക്കെ ബൈ.